എല്ലാവരും സുഖമായിരിക്കുന്നു, സുഖമായി സന്തോഷത്തോടു കൂടി ഇരിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട യൂട്യൂബ് കുടുംബത്തിൽ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക്ക് ട്ടോ. ഈ പുണ്യദിനം നിങ്ങളുടെയും അതേപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിൻ്റെയും ജീവിതത്തിൽ ഒരു സന്തോഷവും സമാധാനവും സ്നേഹവും നിറഞ്ഞതാകട്ടെ ട്ടോ. എൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾ നൽകുന്ന ഓരോ ലൈക്കും അതേപോലെ തന്നെ കമൻറ്റും സപ്പോർട്ടുമാണ് ഈ ചാനലിൻ്റെ ഏറ്റവും വലിയ കരുത്ത് ട്ടോ. അതുകൊണ്ട് തന്നെ ഈ സന്തോഷ നിമിഷത്തിൽ നിങ്ങളുടെ എല്ലാം ഞാൻ ഓർക്കുന്നു ട്ടോ. നിങ്ങളെയെല്ലാം ഞാൻ ഓർക്കുന്നു. എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഒരു ഒത്തിരി സ്നേഹത്തോടെ ഈ ദിവസം സന്തോഷത്തോടു കൂടി ആഘോഷിക്കുക. ഒരിക്കൽ കൂടി ഈദ് ബറക്കത്ത്. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഇന്ന് ഞാൻ സ്പെഷ്യലായിട്ട് തയ്യാറാക്കിയെടുക്കുന്നത് ഉണ്ണിയപ്പമാണ് ട്ടോ. തലേ ദിവസത്തെ വിശേഷങ്ങൾ തുടങ്ങിയാണ് നമ്മൾ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? കണ്ട കൂട്ടുകാരി, നല്ല വെളിച്ചെണ്ണയിൽ മൊരിഞ്ഞെടുക്കുന്ന ഉള്ളാകെ നല്ല സോഫ്റ്റായ നമ്മുടെ സ്വന്തം ഉണ്ണിയപ്പം. ഇതിൻ്റെ മണവും രുചിയും ഇഷ്ടപ്പെടാത്തവരായി ആരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ കൂട്ടത്തിൽ ആരും ഉണ്ടാവില്ല അല്ലേ? ഉണ്ണിയപ്പം ഇഷ്ടമുള്ളവർ തീർച്ചയായും ഇങ്ങോട്ട് വായോട്ടോ, ഞാൻ തരാമേ. അപ്പോൾ അത് ഉണ്ണിയപ്പം സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്, ഉമ്മയോട്ട് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള പണികളും നടക്കണം കേട്ടോ. അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന വീഡിയോ കേട്ടോ ഞാൻ അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ തലേ ദിവസത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ ഇതാ ഉണ്ണിയപ്പമാണ് ആദ്യം തന്നെ റെഡിയാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതാ ഉണ്ണിയപ്പം ഏകദേശം സെറ്റായിട്ടുണ്ട്. അങ്ങനെ കുറച്ച് അതിലേക്കത്തൊക്കെ കൊടുക്കാനായിട്ട് പാത്രത്തിലേക്ക് സെറ്റാക്കി വയ്ക്കാം കേട്ടോ. ഞങ്ങൾക്ക് ഈ നോമ്പ് തുറക്കാനായിട്ട് ഉണ്ണിയപ്പം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ ഉണ്ടാക്കിയത് ഒരു പാത്രത്തിൽ അടച്ചു വെച്ചിട്ടോ. ബീഫ് വാങ്ങിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വരുമ്പോഴേക്കും ഒരു പാത്രത്തിൽ ഉണ്ണിയപ്പം ആദ്യം തന്നെ ദാട്ടിൽ വന്നത് അങ്ങോട്ട് ആക്കി വെച്ചു. അതിന് ശേഷം അതിലേക്ക് എത്തിക്കുള്ളതാക്കി അങ്ങനെ മോള് കൊണ്ടുകൊടുത്തിട്ടോ. അങ്ങനെ ഉണ്ണിയപ്പം ബാക്കിയുള്ളതെല്ലാം ചുട്ടെടുത്തു. അതിന് ശേഷം ഇതാ ബീഫ് ഇതാ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഉണ്ണിയപ്പവുമായിട്ട് വീട്ടിലേക്ക് പോയിട്ടുണ്ട്. നോമ്പാണ്, വളരെ തളർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓഫീസിലേക്ക് പോയിട്ടോ. അപ്പോൾ ഇതാ ബീഫൊക്കെ കട്ട് ചെയ്ത് വെച്ചു. അതിന് ശേഷം ഇതാ മുട്ടക്കറിയായിട്ട് സെറ്റാക്കി എടുക്കുന്നത്. നോമ്പ് തുറക്കാനായിട്ട് പത്തിരി വാങ്ങിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടാട്ടോ അങ്ങനെ പോയത്. അപ്പോൾ മുട്ടക്കറി സെറ്റാക്കി എടുക്കാം കേട്ടോ. അതിലേക്ക് പക്ഷേ എന്താ പറയുക, പത്തിരി കിട്ടിയില്ല കേട്ടോ, നമ്മുടെ പൊറോട്ട കേട്ടോ കിട്ടിയത്. അപ്പോൾ പൊറോട്ടയ്ക്ക് മുട്ടക്കറി സെറ്റാവും എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഫോൺ കോൾ വന്നു, പത്തിരി കിട്ടിയില്ല പൊറോട്ടയാണെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ ഇതാ മുട്ടക്കറി അങ്ങോട്ട് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ വോയിസും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടാവും. അപ്പോൾ ദാ നമ്മുടെ തക്കാളിക്കുട്ടനെ അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ അങ്ങോട്ട് വയറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഉമ്മ ഫ്രൂട്ട്സ് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെ നോമ്പ് തുറക്കാനായിട്ട് അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മാമ്പഴം ജ്യൂസ് ഉണ്ടാക്കണം. അപ്പോൾ മാമ്പഴം ചെത്തി അതൊക്കെ അങ്ങോട്ട് റെഡി ആക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ മുട്ടക്കറി സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം, നിങ്ങളുടെ പെരുന്നാൾ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഒരു ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നല്ല രീതിയിൽ പച്ചമുളക് മാറുന്നവരെ ഇളക്കി കൊടുത്ത് സെറ്റാക്കി എടുത്ത ശേഷം പെട്ടെന്ന് അങ്ങോട്ട് നമ്മൾ നല്ല പാകത്തിനുള്ള ഒരു ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ച് മുട്ടക്കഥ ഇട്ട് നല്ല രീതിയിൽ മുട്ടക്കറി അങ്ങോട്ട് സെറ്റാക്കി എടുത്തിട്ടോ. അങ്ങനെ നോമ്പ് തുറക്കാൻ ഏകദേശം സമയമായി തുടങ്ങി. അങ്ങനെ മേശപ്പുറത്ത് ഉണ്ണിയപ്പം, സമൂസ, തണ്ണിമത്തൻ, പേരയ്ക്ക, പിന്നെ നമ്മുടെ മാങ്ങ ജ്യൂസ് ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കൂട്ടി ഞങ്ങൾ നോമ്പ് തുറന്നു. അതിന് ശേഷം നിസ്കാരത്തിന് ശേഷമുള്ള വീഡിയോസാണ് ഇനി കാണാനായിട്ട് പോകുന്നത് കേട്ടോ. നിങ്ങൾക്ക് നോമ്പ് തുറക്കാനായിട്ട് അറഫ നോമ്പ് തുറക്കാനായിട്ട് എന്തൊക്കെ വിഭവങ്ങളാണ് ഉണ്ടായത് എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. അതിന് ശേഷം ഏശ നിസ്കരിച്ച ശേഷം ബീഫ് കറി വയ്ക്കാനായിട്ട് പോകുന്നത്. ഫുള്ളായിട്ട് ഞാൻ എടുത്തില്ല, ഇത് ഫുള്ളായിട്ട് ഞാൻ ചാനലിൽ എപ്പോഴും ഇടുന്നുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടേക്ക് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ കുഴച്ച് സെറ്റാക്കി നേരെ അടുപ്പത്തേക്ക് അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ടൂറൊക്കെ പോയ കൂട്ടുകാരെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അടിച്ചു പൊളിച്ചോ? എല്ലാവരും കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അതാ ബീഫ് കറി ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു ക്ലാരിറ്റി കുറവുണ്ടല്ലേ, രാത്രി വീഡിയോസ് എടുക്കുന്നതുകൊണ്ടാണ്. അവിടെ വെട്ടം കുറവാട്ടോ. എന്നാലും ഞാൻ ഏകദേശം ഇവിടെ ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മുഷിപ്പ് തോന്നുന്നുണ്ടോ വീഡിയോ കാണാനായിട്ട്? ക്ലാരിറ്റി കുറവുള്ളത് കൊണ്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ, ഇഷ്ടപ്പെടുന്നുണ്ടോ? അപ്പോൾ നല്ല രീതിയിൽ ഒക്കെ സെറ്റായി വന്നപ്പോൾ നമുക്ക് ലാസ്റ്റ് ഫൈനലായിട്ട് ചിഞ്ചട്ടി വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല രീതിയിൽ ചൂടായി വന്നപ്പോൾ ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ്, ചുരുളി എന്നിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് വയറ്റെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പിന്നെ നിങ്ങളുടെ പിള്ളേഴ്സിനൊക്കെ
പുതുവസ്ത്രങ്ങളൊക്കെ എടുത്താൽ പെരുന്നാളിന്. അപ്പോൾ നമ്മുടെ സ്കൂൾ തുറക്കാനായില്ലേ, തിങ്കളാഴ്ചയല്ലേ. എല്ലാവരും തയ്യാറെടുത്ത എല്ലാ സാധനങ്ങളും ഐറ്റംസൊക്കെ വാങ്ങി സ്റ്റോക്ക് ചെയ്ത് വെച്ചാൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ബീഫ് കറി സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബീഫ് കറി സെറ്റാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പാത്തൂസിന് മൈലാഞ്ചി ഇപ്പം തന്നെ ഇടണമെന്ന് ഒറ്റ വാശി കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ബീഫ് കറി സെറ്റാക്കി, ഉമ്മ ഫുഡ് കഴിച്ചിട്ടില്ല, നോമ്പ് തുറന്നിട്ട്. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് കഴിച്ച് ഞാനിട്ട് തരാം എന്ന് പറഞ്ഞു കേട്ടോ. എന്നാലും സമാധാനമില്ല കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഓരോ കഥകളും പറഞ്ഞും കൊടുത്ത് അങ്ങനെ കുക്കിംഗ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വിശേഷം എന്തൊക്കെയാണ്? നിങ്ങൾ തലേ ദിവസം തന്നെ ഏകദേശം പണികളൊക്കെ തീരാറുണ്ടോ? ഞാൻ ഏകദേശം പണികളൊക്കെ തീർക്കാറുണ്ട് കേട്ടോ. കറികൾ ചിക്കൻ കറി ആണെങ്കിൽ ചിക്കൻ കറി വെച്ച് വയ്ക്കും കിടക്കാൻ നേരമാകുമ്പോൾ, ഇല്ലെങ്കിൽ ബീഫാണെങ്കിൽ ബീഫ് കറി വെച്ചേക്കും. അപ്പോൾ രാവിലെ ആകുമ്പോൾ നമുക്ക് പത്തിരി മാത്രമേ ഉണ്ടാക്കേണ്ടൂ. അപ്പോൾ 7:30 ആകുമ്പോഴേക്കും പള്ളിയിലേക്ക് നിസ്കാരത്തിന് പോവും വേണം. അപ്പോൾ ഞാൻ തലേ ദിവസം തന്നെ കറിയൊക്കെ സെറ്റാക്കി വെക്കട്ടോ. നിങ്ങളെങ്ങനെയാണ്? എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. മല്ലിച്ചപ്പും പുതിനയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ ഇളക്കി അങ്ങോട്ട് മറിക്കുന്നുണ്ട്. ഏകദേശം കുക്കായി വന്നിട്ട് ഇനി എത്രയാണ് ഗ്രേവി വേണ്ടത്, അത്യാവശ്യം വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന ചൂടുള്ള കേട്ടോ. നമ്മുടെ ബീഫ് കറി സെറ്റായി മക്കളെ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നിങ്ങളുടെ എന്താണ് സ്പെഷ്യലായിട്ട് ഇതായിട്ട് നിങ്ങൾ സ്പെഷ്യലായിട്ട് കറി ഉണ്ടാക്കിയ എല്ലാവരും കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അടിപൊളി രുചിയില്ല കേട്ടോ നമ്മുടെ ബീഫ് കറി കിട്ടിയിട്ടുള്ളത്. നമ്മുടെ ബീഫ് കറി സെറ്റായി. അതുപോലെ തന്നെ ഞാൻ പാത്രങ്ങളൊക്കെ മൂറി അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുക്കളത്തെ ഏകദേശം ഒതുങ്ങി. അപ്പോൾ എല്ലാ വീതനയും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത ശേഷം ഫുഡ് കഴിക്കാനായിട്ട് വരുന്നത്. എല്ലാവരും ഫുഡ് കഴിച്ചു കേട്ടോ. ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കറിയൊക്കെ സെറ്റായാൽ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് അത്യാവശ്യം വിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല നോമ്പ് തുറക്കാനായിട്ട്. അപ്പോൾ പൊറോട്ടയും മുട്ടക്കറിയും കൂടി കഴിച്ചിട്ട് പിറ്റേ ദിവസത്തെ വിശേഷമാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇത് പാർക്കട്ടെ. രാവിലെ സുബഹി നിസ്കാരത്തിന് ശേഷം പത്തിരിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായ നിന്നാട്ട് ഒന്ന് വീഡിയോസ് ആരംഭിച്ചത്. അപ്പോൾ ചായയും അതേപോലെ ഉണ്ണിയപ്പമാണ് രാവിലെ തന്നെ കഴിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണോ എങ്കിൽ വായോട്ടോ തരാമേ. അതുപോലെ തന്നെ നെയ്ച്ചോറും സെറ്റാക്കി എടുത്തോട്ടോ. പത്തിരി ഉണ്ടാക്കിയ പിന്നാലെ തന്നെ ഞാൻ നെയ്ച്ചോറും സെറ്റാക്കി എടുത്തു. അപ്പോൾ ഏകദേശം പണികളൊക്കെ തീർന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഒരുങ്ങി പുതുവസ്ത്രങ്ങളൊക്കെ അണിഞ്ഞിട്ടു. അത് വീഡിയോസ് ഞാൻ എടുത്തില്ല, മക്കളെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോസിലൂടെ കാണിച്ചു തരാം. പാത്തൂസ് നിങ്ങളോട് ഈദ് മുബാറക്ക് പറയുന്നത് കാണിച്ചു തരാം. അതിന് ശേഷം ഞങ്ങളിതാ ഫുഡ് കഴിച്ചു. എല്ലാവരും കൂടി ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ്. ഇനി പാത്തൂസിൻ്റെ ഈദ് മുബാറക്ക് കണ്ണോ ഓക്കെ ലഞ്ചാട്ടോ കഴിക്കാനായിട്ട് പോകുന്നത്. നെയ്ച്ചോറ് ഞാൻ സെറ്റായിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാത്രത്തിലേക്ക് ഒരു ബേസിനിലേക്ക് സെറ്റാക്കി വെക്കണം. അതിനിടയിൽ മോൻ പറയുന്നുണ്ട് ഫ്രണ്ട്സിനെ വിളിക്കുന്നത് കേട്ടോ. അവൻ്റെ ഉറ്റ സുഹൃത്തായ നിങ്ങൾ കണ്ടു കാണും, ഇവിടെ വന്നിട്ടുണ്ട്, വീഡിയോസിലൊക്കെ ഉൾക്കൊള്ളിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ആരാണ് ഫ്രണ്ട്? അപ്പോൾ ഒരു സർപ്രൈസ് ആവട്ടെ അല്ലേ. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്തതാണ്. ഓക്കെ അങ്ങോട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കച്ചമ്പറുണ്ട്, നമ്മുടെ ബീഫ് കറീൻ്റെ എല്ലാം അതും അങ്ങോട്ട് നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കാനായിട്ട് വിളിക്കുമ്പോൾ അവർ കഥകളിങ്ങനെ പറഞ്ഞിരിക്കുക. സ്കൂൾ തുറക്കൽ ബാഗും അതേപോലെ തന്നെ സാധനമൊക്കെ ബുക്സൊക്കെ വാങ്ങിച്ചോ എന്നിങ്ങനെ ചർച്ച നടക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നിരിപ്പുണ്ട്. കണ്ടവൾ കിട്ടിയരിതാ ഈ കക്ഷിയായിട്ട് നിങ്ങൾ കണ്ടു കാണും കഴിഞ്ഞ വീഡിയോയിൽ. ഇത്രയ്ക്കുള്ള എൻ്റെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനൊന്നും മറക്കരുത്. ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയുമായി വരുന്നത്. ബൈ.